പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഹത്രസ് ദുരന്തം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം ചിതറിക്കിടക്കുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് കോടതി റദ്ദ് ചെയ്തു. പശുക്കടത്താരോപിച്ച് നാരങ്ങ ലോറിയിലേക്ക് ഗുണ്ടകളുടെ ആക്രമണം. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ അലർട്ട്. വടക്കൻ കേരളത്തിൽ മഴ തുടരും. രാഹുലിന്റെ പ്രസംഗം വെട്ടി. ഹിന്ദു പരാമർശങ്ങളടക്കം സ്പീക്കർ രേഖകളിൽ നിന്നും നീക്കി. വാർത്തകൾ വിശദമായി. ഹഥറസ് ദുരന്തം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം ചിതറിക്കിടക്കുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. ന്യൂഡൽഹി. ഉത്തർപ്രദേശിലെ ഹഥറസ് ദുരന്തഭൂമിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. ചൊവ്വാഴ്ച ഹഥറസ് ജില്ലയിലെ രതിത്ബാർ ഗ്രാമത്തിൽ ആൾദൈവം ഭോലെ ബാബ നടത്തിയ പ്രാർത്ഥനായോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇതുവരെ 122 പേരാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ക്വിക്ക് റെസ്പോൺസ് ടീമിലെ കോൺസ്റ്റബിൾ രവി യാദവ് ആണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് കോടതി റദ്ദ് ചെയ്തു. റിയാദ്. സൗദി ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് കോടതി റദ്ദ് ചെയ്തു. കേസിൽ കക്ഷികളായ ഇരുവിഭാഗം വക്കീലന്മാരുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും മുമ്പാകെയാണ് കേസ് റദ്ദ് ചെയ്യാനുള്ള വിധി പ്രഖ്യാപനം. കൊല്ലപ്പെട്ട സ്വദേശി ബാലന്റെ ബന്ധുക്കൾ മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായതോടെയാണ് വധശിക്ഷ ഒഴിവായത്. ഇന്ന് രാവിലെ റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. കൊല്ലപ്പെട്ട സ്വദേശി ബാലന്റെ ബന്ധുക്കൾ മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. മോചനദ്രവ്യമായ 1.5 കോടി റിയാലും കോടതിയിൽ കെട്ടിവച്ചു. ഇതിനു പിന്നാലെയാണ് കോടതിയുടെ സുപ്രധാന വിധി. പശുക്കടത്താരോപിച്ച് നാരങ്ങ ലോറിയിലേക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണം. ജയ്പൂർ. പശുക്കടത്താരോപിച്ച് നാരങ്ങ ലോറിയിലേക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. പശുക്കടത്താരോപിച്ച് 20ഓളം പേരുടെ സംഘമാണ് ആക്രമണം നടത്തിയത്. രാജസ്ഥാനിലെ ചുരു ജില്ലയിൽ വെച്ചായിരുന്നു ആക്രമണം. ശനിയാഴ്ച വൈകിട്ടോടെ പഞ്ചാബിലെ ബത്തിൻഡയിലെ നാരങ്ങയുമായി പോവുകയായിരുന്ന ലോറിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സോനു ബിൻചിറാം, സുന്ദർ സിംഗ് എന്നിവരാണ് ലോറിയിലുണ്ടായിരുന്നത്. ഹൈവേയിൽ മഴ മൂലം ലോറി നിർത്തി വിശ്രമിക്കുന്നതിനിടെ 20ഓളം പേരെത്തി ആക്രമിക്കുകയായിരുന്നാണ് ഇരുവരും നൽകിയിരിക്കുന്ന മൊഴി. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിൽ മഴ തുടരും. തിരുവനന്തപുരം. കനത്ത മഴ പെയ്യാനുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് 3 ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയുടെ ശക്തി കുറവാണെങ്കിലും കടൽ പ്രക്ഷുബ്ധമാണെന്നാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജൂലൈ 6 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരും. രാഹുലിന്റെ പ്രസംഗം വെട്ടി. ഹിന്ദു പരാമർശങ്ങളടക്കം സ്പീക്കർ രേഖകളിൽ നിന്ന് നീക്കി. ന്യൂഡൽഹി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച നടത്തിയ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശങ്ങളടക്കം ഇന്നലെ സ്പീക്കർ രേഖകളിൽ നിന്ന് നീക്കി. ബിജെപിയുടെ വിദ്വേഷവുമായി ബന്ധപ്പെട്ട രാഹുൽ നടത്തിയ പരാമർശവും ഹിന്ദു പരാമർശത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയും ഇനി രേഖകളുടെ ഭാഗമല്ല. നീക്കിയ ഭാഗങ്ങൾ ലോക്സഭയുടെ നടപടിച്ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും അതിനാൽ പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ് സ്പീക്കർക്ക് രാഹുൽ കത്ത് നൽകി. നിറയെ ആരോപണങ്ങൾ ഉന്നയിച്ച ഭരണപക്ഷത്തെ അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രമാണ് ഒഴിവാക്കിയതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി.